കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പ്രഗ്നൻസി നോക്കുന്ന ആളുകൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. ഇതിൽ നിങ്ങളുടെ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുമൂലം നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഒപ്പം ഒരുപാട് ഫോർട്ടിലിറ്റി എക്സസൈസുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഫോർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നിങ്ങൾ നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി കേട്ടോ. ഈ എക്സസൈസുകളൊക്കെ ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഫോർട്ടിലിറ്റി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ബേ ലീഫിനെ പറ്റിയിട്ടാണ്. ബേ ലീഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗരം മസാലയുടെ പാക്കറ്റ് മേടിക്കാറില്ലേ, ഗരം മസാല പൊടിയല്ല, ഗരം മസാല സെപ്പറേറ്റ് മസാലാസ് ഒക്കെ ആയിട്ട് നമ്മളൊരു പാക്കറ്റ് മേടിക്കാറില്ലേ. ഈ പാക്കറ്റിൽ നമുക്ക് കിട്ടുന്ന നീളമുള്ള ഒരു ഇലയാണ് ബേ ലീഫ് എന്ന് പറയുന്നത്. ബേ ലീഫ് നമ്മൾ ഒരുപാട് സ്പൈസസ് ഉപയോഗിച്ചിട്ട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ലിസ്റ്റിൽ ആ ഗരം മസാലയുടെ ഒരു പാക്കറ്റിൽ നമ്മൾ മേടിക്കുന്ന പെരുംജീരകം, അതുപോലെ കറുവപ്പട്ട, ഗ്രാമ്പൂ ഇവയെല്ലാം ഉപയോഗിച്ചിട്ട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സുഗന്ധ വ്യഞ്ജനങ്ങളിലൊക്കെ ഒരുപാട് ബെനിഫിറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിനും ഫെർട്ടിലിറ്റിക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് അതിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ബേ ലീഫ് എന്ന് പറയുന്നത്. ബേ ലീഫിൽ ഒരുപാട് കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വിറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്, B6 ഉണ്ട്, മാംഗനീസ് ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്. ഇതെല്ലാം പലതരത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പല ആളുകൾക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഷുഗറിൻ്റെ ലെവൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഷുഗറിൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഭയങ്കരമായിട്ടും കൂടുതലാണ്. ഷുഗർ ലെവൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാകും, പീരിയഡ്സ് കൃത്യമായിട്ട് വരാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. ഹസ്ബൻഡിനാണെങ്കിൽ സെമൻ്റെ വോളിയത്തിനെയും അതുപോലെ അതിൻ്റെ മോട്ടിലിറ്റിയും ഇത് എഫക്റ്റ് ചെയ്യാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഷുഗർ ലെവലുള്ള ആളുകൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത് മാത്രമല്ല PCOD ഉള്ള ആളുകൾക്ക് എപ്പോഴും അവരുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കൂടാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ PCOD ഉള്ള ആളുകൾക്കും ഇൻസുലിൻ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലും, അതായത് ഇടയ്ക്കിടയ്ക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് വരുന്ന ആളുകൾക്കോ സ്കിൻ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ഉള്ള ആളുകൾക്കോ, അതായത് സ്കിന്നിൽ ചൊറിച്ചിലോ റാഷസോ ഒക്കെ വരുന്ന ആളുകൾക്കാണെങ്കിലും നമ്മൾ യോനിയിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അതായത് വജൈനൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കട്ടിയായിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാവുക, ആ ഡിസ്ചാർജ് മാത്രമല്ല ഡിസ്ചാർജിൻ്റെ ഒപ്പം നമുക്ക് ചൊറിച്ചിലുണ്ടാവുക, പുകച്ചിലുണ്ടാവുക, ഇതൊക്കെയാണ് വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഈ വജൈനൽ ഡിസ്ചാർജ് ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വജൈനയുടെ pH ബാലൻസിനെ ഇത് എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സെമനും വജൈനയും തമ്മിൽ ആ ഒരു ജോയിൻ ആകുന്ന ഒരു സമയത്ത് നമുക്ക് ആ ഒരു pH ബാലൻസ് കൃത്യമല്ലെങ്കിൽ സെമൻ ശരീരത്തിനകത്ത് വെച്ച് തന്നെ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കരമായിട്ടും കൂടുതലാണ് കേട്ടോ. അപ്പോൾ വജൈനൽ ഇൻഫെക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തൊരു ബെനിഫിറ്റാണ്, ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ്. അതായത് ഇതിൽ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന വീക്കവും അതുപോലെ സ്വെല്ലിങ്ങും ഒക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ സ്ട്രെസ്ഫുൾ ആകുന്ന സമയത്ത് ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ പല റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെയും അതുപോലെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെയും പ്രവർത്തനങ്ങളെ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. സപ്രസ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ പ്രവർത്തനത്തെ ഒന്ന് താഴ്ത്തുന്നതിന് ഇത് കാരണമാകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പല ആളുകൾക്കും ഇപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ്ഡ് ആവുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ്റെ ആ ഒരു ഡിസ്ചാർജ് ഉണ്ടാവുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസിനെ അത് എഫക്റ്റ് ചെയ്യും. ഓവുലേഷൻ വന്നാലും ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ആ ഒരു പ്രഗ്നൻസി നമുക്ക് നഷ്ടമായി പോവുകയും ഒക്കെ ചെയ്യും കേട്ടോ. അതെല്ലാം ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്ട്രെസ് ഒന്ന് നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് അല്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്രോമയിൽ കൂടിയൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. അവരുടെ മാരേജ് ലൈഫിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും ഉണ്ട്, കുട്ടികളുണ്ടാകുന്ന ഇഷ്യൂസും ഉണ്ട്, വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും ഉണ്ട്, അതുപോലെ ഇൻലോസുമായിട്ടുണ്ടാകുന്ന ഇഷ്യൂസൊക്കെ കൊണ്ട് പലരും കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ്സിൽ കൂടി കടന്നു പോകുന്നവരുണ്ടാകും. അവർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ.
അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൃത്യമായിട്ടല്ല നടക്കുന്നതെങ്കിൽ നമുക്ക് ഓവുലേഷൻ സ്റ്റോപ്പ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്, പീരീഡ്സ് ഇറഗുലർ ആവാനായിട്ട് ചാൻസ് ഉണ്ട്, ഓവുലേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഇത് രണ്ടും നമ്മുടെ പ്രഗ്നൻസിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാനുമൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നവർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ള അയേണിൻ്റെ കണ്ടന്റ് കൃത്യമായിട്ട് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ശരീരത്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയൺ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്കും അതുപോലെ അനീമിക് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് ആളുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ അനീമിക്കാണ്, കാരണം അവർ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും അയൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ ശരീരത്തിൽ ചിലപ്പോൾ കിട്ടുന്നില്ല. അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിനെ ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിൻസ് ഒക്കെ കൃത്യമായിട്ട് റിമൂവ് ചെയ്യുമ്പോഴാണ് ശരീരം ഒന്ന് ഡിറ്റോക്സ് ആവുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ സുഗമമായിട്ട് നടക്കുകയുള്ളൂ കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നു. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ ബീജസങ്കലനം നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. നമുക്ക് സാധാരണ നോർമലി ഉണ്ടാകുന്നത് 2 ഫലോപ്പിയൻ ട്യൂബാണ്. ഓവറീസിൽ നിന്ന് ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പുറത്തേക്ക് വരുമ്പോഴേക്കും 2 ഫലോപ്പിയൻ ട്യൂബിൽ ഏതെങ്കിലും ഒരു ട്യൂബായിരിക്കും അതിനെ ക്യാച്ച് ചെയ്യും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അവിടെ വന്ന് ശരീരത്തിനകത്ത് വന്ന് നിൽക്കുന്ന സെമൻ ഈ ഒരു ഫലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ചിട്ടാണ് ബീജസങ്കലനം നടക്കുന്നത്. ഇത് നടന്നു കഴിഞ്ഞിട്ട് ഫലോപ്പിയൻ ട്യൂബ് പുഷ് ചെയ്തിട്ടാണ് ഇത് ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ ആ ഒരു ക്യാവിറ്റിയിലോട്ട് ഇത് എത്തുന്നത്. ഫലോപ്പിയൻ ട്യൂബിന് കൃത്യമായിട്ട് ഇതിനെ പുഷ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിലോ ഫലോപ്പിയൻ ട്യൂബിൽ സ്കാറോ ബ്ലോക്കേജോ ഒക്കെ ഉണ്ടെങ്കിലോ നമുക്കവിടെ പ്രഗ്നൻസി പോസിബിൾ ആവില്ല. സ്കാറും ബ്ലോക്കേജും ഒക്കെ ട്യൂബിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ നടക്കണം. മറ്റുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഒന്നും, അതായത് എൻഡോമെട്രിയോസിസ് പോലുള്ള സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനൊക്കെ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ഓവറീസിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓവറീസിലെ പ്രവർത്തനം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ അണ്ടം നല്ലതുപോലെ വളർന്ന് മൂപ്പെത്തി അത് തനിയെ പൊട്ടുകയുള്ളൂ. തനിയെ പൊട്ടുക എന്നുള്ളതാണ് ആ ഒരു ക്വാളിറ്റിയെ നിശ്ചയിക്കുന്ന ഒരു ഫാക്ടർ. നമ്മളൊരു മെഡിസിൻസ് എടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാലും അതിന് തനിയെ പൊട്ടാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ PCOD ഒക്കെ ഉള്ള ആളുകൾക്കോ തൈറോയ്ഡ് ഉള്ള ആളുകൾക്കോ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് വഴി, ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നത് വഴി അണ്ടം കൃത്യമായിട്ട് പൊട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് ആണ് ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് സപ്പോർട്ട് കൊടുക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് ഡൈജസ്റ്റ് ആയി ആ ഒരു ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്ത് വേസ്റ്റ് ഒക്കെ പുറന്തള്ളി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. ഡൈജഷൻ കറക്റ്റായിട്ട് നടന്നിട്ടില്ല എങ്കിൽ ശരീരത്തിൽ മറ്റു പല അസ്വസ്ഥതകളും നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, വയറിൽ ഇടക്കിടക്ക് വേദന ഉണ്ടാകും, വയറ് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും, വിശപ്പില്ലായ്മ ഉണ്ടാകും. ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇതെല്ലാം ഇൻഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റിയാണ്. അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ബേ ലീഫ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുറച്ചൊരു ചെറിയ സൈസിലുള്ള ബേ ലീഫ് എടുത്തിട്ട് നമുക്കൊരു വലിയ സൈസ് ആയിരിക്കും കിട്ടുന്നത്. അതൊന്ന് പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം നിങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. ഒരുപാട് ന്യൂട്രിയൻസ്, ഫെർട്ടിലിറ്റി മാത്രമല്ല അതല്ലാതെ മറ്റൊരുപാട് ന്യൂട്രിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഓവുലേഷൻ വരെയുള്ള ടൈം പീരീഡിൽ നിങ്ങളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം 1 ഗ്ലാസ്, അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. 2 ഗ്ലാസ് നിങ്ങൾ എടുത്തിട്ട് അത് നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് ആവുന്ന പരുവത്തിലെത്തിയിട്ട് നിങ്ങളത് വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഹസ്ബൻഡിനും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക്
അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.